അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 7ാം ക്ലാസ്സിലെ തസ്കിയത്തുൽ വിൽദാനിന്റെ 3ാമത്തെ പാഠമാണ് ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത്. അൽ വഹദത്തു സാലിസ യൂണിറ്റ് 3 മാ ഹുവ ഇല്ലാ നിങ്ങൾ കണ്ടതല്ലാതെ മറ്റൊന്നുമല്ല. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് ഈ പാഠത്തിൽ പറയുന്നത്. നമുക്ക് വായിക്കാം. നഫറും മിന സ്വഹാബത്തി ജുലൂസുൻ ഇൻദ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്തിൽ നിന്നൊരു കൂട്ടം, സഹാബത്തിൽ നിന്നൊരു സംഘം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇരിക്കുകയായിരുന്നു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യത്ലു അലൈക്കുമുൽ ആന മിൻ ഹാദിൽ ഫജ്ജി റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. സ്വർഗാവകാശികളിൽപ്പെട്ട ഒരാൾ ഈ വഴിയിലൂടെ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഇപ്പോൾ വരും. ഫത്വല സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. അപ്പോൾ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു, പ്രത്യക്ഷപ്പെട്ടു. ഹത്താ ഇദാ കാനൽ ഗദു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അടുത്ത ദിവസമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യത്ലു അലൈക്കുമുൽ ആന മിൻ ഹാദിൽ ഫജ്ജി റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. സ്വർഗാവകാശികളിൽപ്പെട്ട ഒരാൾ ഈ വഴിയിലൂടെ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഇപ്പോൾ വരും. ഫത്വല സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു മിസ്ല മറത്തിഹിൽ ഊല. അഥവാ ഒന്നാമത്തെ തവണ, കഴിഞ്ഞ തവണ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു വന്നതുപോലെ തന്നെ രണ്ടാമത്തെ പ്രാവശ്യവും സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു വന്നു. ഫലമ്മാ കാന യൗമുസ് സാലിസു. അങ്ങനെ മൂന്നാമത്തെ ദിവസമായപ്പോൾ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യത്ലു അലൈക്കുമുൽ ആന മിൻ ഹാദിൽ ഫജ്ജി. ഈ വഴിയിലൂടെ നിങ്ങൾക്ക് മുമ്പിലേക്ക് കടന്നു വരും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗാവകാശികളിൽപ്പെട്ട ഒരാൾ. ഫത്വല സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. അപ്പോഴും സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ആണ് കടന്നു വന്നത്. അലാ മിസ്ലി ഹാലിൽ അവലി. ഒന്നാമത്തെ തവണ വന്നതുപോലെ, ഒന്നാമത്തെ രണ്ടാമത്തെ ദിവസം വന്നത് അതേപോലെ തന്നെ മൂന്നാമത്തെ ദിവസവും സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ആണ് കടന്നു വന്നത്. വകാന മിമ്മൻ ഹളറ ഹാദിൽ വാഖിഅത ഫി സലാസി മറാത്തിൻ അസ്വഹാബിയു ഷഹീർ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു. ഈ മൂന്ന് സംഭവങ്ങളിലും, ഈ മൂന്ന് പ്രാവശ്യം നടന്ന സംഭവങ്ങളിലും സാക്ഷിയായത് സഹാബികളിൽ അറിയപ്പെട്ട മഹാനാകുന്ന അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു എന്ന സഹാബിയാണ്. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ആണ് ഈ 3 ദിവസവും ഈ സംഭവത്തിന് സാക്ഷിയായത്. ഫഖാല ഫീ നഫ്സിഹി. അദ്ദേഹം സ്വന്തം മനസ്സിൽ പറഞ്ഞു, ബി അയ്യി അമലി നാല സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. ഈ ഉന്നത സ്ഥാനം ഏത് അമൽ ചെയ്തിട്ടാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു നേടിയെടുത്തത്? അദ്ദേഹത്തിന് ഈ സ്ഥാനം കിട്ടിയത് എന്ത് അമൽ ചെയ്തിട്ടാണെന്ന് അദ്ദേഹം മനസ്സിൽ പറഞ്ഞു. ആര്? അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു മനസ്സിൽ പറഞ്ഞു. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന് ഈ ഉന്നത സ്ഥാനം ലഭിച്ചത് എന്ത് അമൽ ചെയ്തിട്ടാണ്? ബി അയ്യി അമലിൻ. ഹാദൽ മൻസിബർ റഫീ എന്ന് പറഞ്ഞാൽ ഉന്നത സ്ഥാനം. വകൈഫ ലഫിറ ബി ഷഹാദത്തി സ്വാദിഖിൽ മസ്തൂഖി ബി അന്നഹു മിൻ അഹ്ലിൽ ജന്ന. അദ്ദേഹം സ്വർഗാവകാശിയാണെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാക്ഷിപത്രം കൊണ്ട് വിജയിച്ചത് എങ്ങനെയാണ്? കൈഫ ലഫിറ, എങ്ങനെയാണ് വിജയിച്ചത്? ഇൻ അലിംതു ദാലിക, ഞാനത് അറിയുകയാണെങ്കിൽ, ആ കാര്യം ഞാൻ അറിയുകയാണെങ്കിൽ, ഇത്തബഅതുഹു ഫീഹി ഹത്ത അനാല ബിഹി മാ നാല ഇൻദല്ലാഹ്. അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ലഭിച്ച ആ ഗുണം എനിക്ക് ലഭിക്കുന്നത് വരെ അദ്ദേഹത്തെ ഞാൻ പിൻപറ്റുമായോ എന്ന് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇഹ്താല അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഹീലതൻ ലിമുസാഹബതിഹി വമുറാഖബതിഹി ഹത്താ യത്ലിഅ അലാ അമലിഹി അൽ ഖാസി അല്ലദി അദ്ഖലഹുൽ ജന്ന. ഇഹ്താല അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു. അങ്ങനെ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു സഅദ് റളിയല്ലാഹു അൻഹുവിനോട് സഹവസിക്കാനും അദ്ദേഹത്തെ നിരീക്ഷിക്കാനും ഒരു തന്ത്രം പ്രയോഗിച്ചു. ഹത്താ യത്ലിഅ അലാ അമലിഹിൽ ഖാസി അല്ലദി അദ്ഖലഹുൽ ജന്ന. സ്വർഗ്ഗം നേടാൻ അദ്ദേഹം പ്രത്യേകമായി ചെയ്ത അമൽ അറിയാൻ വേണ്ടിയിട്ട് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുമായി സഹവസിക്കാനും അദ്ദേഹത്തെ പിന്തുടരാനും അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു ഒരു തന്ത്രം പ്രയോഗിച്ചു. അദീന ലഹു സഅദുൻ റളിയല്ലാഹു അൻഹു ഫീ ദാലിക. അങ്ങനെ പിന്തുടരാൻ സഅദ് റളിയല്ലാഹു അൻഹു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന് സമ്മതം കൊടുത്തു. ഫബാത അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു മഅഹു സലാസ ലയാലിൻ. അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു 3 രാത്രികൾ താമസിച്ചു. ഫലം യറാ മിൻഹു അമലൻ ഖാസൻ യുമയ്യിസുഹു മിൻ ബൈനിൻ നാസ്. മറ്റ് ജനങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന പ്രത്യേകമായ ഒരു അമലും സഅദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു കണ്ടില്ല. വലം യറഹു അക്സറ സ്വലാത്തൻ.
അധികരിച്ച് നിസ്കരിക്കുന്നതായി കണ്ടില്ല. ഔ സിയാമൻ, അധികരിച്ച് നോമ്പ് നോൽക്കുന്നതായി കണ്ടില്ല. മിൻ സാഇരിന്നാസ്, മറ്റു ജനങ്ങളെക്കാൾ നോമ്പ് നോൽക്കുന്നതായിട്ടോ അതിനേക്കാൾ നിസ്കരിക്കുന്നതായിട്ടോ സഅദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു കണ്ടില്ല. റആഹു യനാമു കമാ യനാമുന്നാസ്, സാധാരണ ജനങ്ങൾ ഉറങ്ങുന്നത് പോലെ ഉറങ്ങുന്നു. വയഖൂമു കമാ യഖൂമുന്നാസ്, സാധാരണ ജനങ്ങൾ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കുന്നു. ഫകാദ യഹ്തഖിറു അമലഹു, അങ്ങനെ അദ്ദേഹത്തിന്റെ അമൽ നിസ്സാരമായി കണ്ടു. ഫലമ്മ മദസലാസു ഖാല ലി സഅദിൻ റളിയല്ലാഹു അൻഹു, അങ്ങനെ 3 ദിവസമായപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ അബ്ദല്ലാഹ്, ഓ അല്ലാഹുവിന്റെ അടിമേ, സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു സലാസ മർറാത്തിൻ ഫി സലാസതി മജാലിസിൻ, 3 സദസ്സുകളിൽ വെച്ച് 3 പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടു. യത്ലു അലൈക്കുമുൽ ആന മിൻ ഹാദിൽ ഫജ്ജി റജുലു മിൻ അഹ്ലിൽ ജന്ന, ഈ വഴിയിലൂടെ സ്വർഗാവകാശികളിൽപ്പെട്ട ഒരാൾ കടന്നു വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 സദസ്സിൽ വെച്ച് 3 പ്രാവശ്യം പറഞ്ഞപ്പോൾ ഫതലഅത അൻത ഉലൈക്കൽ മർറാത്തി സലാസ, ആ 3 പ്രാവശ്യവും കടന്നു വന്നത് താങ്കളാണ്. ഫഅറത്തു അൻ ആവിയ ഇലൈക ഹത്താ ഉമാ അമലുക, നിങ്ങൾ ചെയ്യുന്ന അമൽ കാണാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ കൂടെ താമസിക്കാൻ ഉദ്ദേശിച്ചു. ഫഅഖ്തദിയ ബിക ലി അനാലമാനിൽത, നിങ്ങൾ നേടിയെടുത്ത കാര്യം നേടിയെടുക്കാൻ വേണ്ടി നിങ്ങളെ ഞാൻ പിന്തുടർന്നു. ഫലം അറക്കത്ത അമലു കസീറ അമലിൻ, പക്ഷേ നിങ്ങൾ അധികമായി മറ്റൊരു അമൽ ചെയ്യുന്നതായി ഞാൻ കണ്ടില്ല. ഫൻസറഫ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു, അങ്ങനെ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു തിരിഞ്ഞുപോയി. ഫലമ്മ വല്ല ദഅഉ സഅദുൻ, തിരിഞ്ഞു പോയപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിളിച്ചു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, മാ ഹുവ ഇല്ലാ മാ റഅയ്ത, നിങ്ങൾ കണ്ടതല്ലാതെ മറ്റൊന്നുമല്ല. ഇതാണ് നമ്മുടെ പാഠത്തിന്റെ ഹെഡിങ്. ഗൈറ അന്നി ലാ അജിദു ഫീ നഫ്സി ഗശ്ശൻ ലി അഹദിൻ മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമിനോടും പക കാണിച്ചിട്ടില്ല. വല അഹ്സുദു അലാ ഖൈരി അതാഹുല്ലാഹു ഇയ്യാഹു, അള്ളാഹു അവർക്ക് നൽകിയ ഹൈറായ കാര്യത്തിൽ ഞാൻ അസൂയപ്പെട്ടിട്ടില്ല, അസൂയ പൂണ്ടിട്ടില്ല. വല അൻവി ലഹു ഷർറൻ, ഞാനൊരു തിന്മയും മറ്റൊരാളെ വിചാരിച്ചിട്ടില്ല. വല അഖൂലുഹു, ഞാനൊരു തിന്മയും അവരെ പറഞ്ഞിട്ടുമില്ല. ഫഖാല അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു, അപ്പോൾ അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹദില്ലത്തി ബലഗ്ത ബിക, ഇത് തന്നെയാണ് താങ്കൾ ഈ സ്ഥാനത്ത് എത്തിച്ചത്, ഈ ഉന്നതമായ സ്ഥാനത്ത് നിങ്ങൾ എത്തിച്ചത് ഇത് തന്നെയാണ്. വഹിയല്ലത്തി ലാ തുതാഖു, അത് മറ്റൊരാൾക്കും കഴിയുന്ന കാര്യവുമല്ല. ഫസഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അഹദുൽ അശറത്തിൽ മശ്ഹൂദി ലഹും ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച 10 പേരിൽ ഒരാളാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. വകാന മുസ്തജാബദ് ദഅവതി, അദ്ദേഹം ദുആക്ക് ഉത്തരം ലഭിക്കുന്നവരിൽപ്പെട്ടവരാണ്. അസ്ലമ ഖദീമൻ, അദ്ദേഹം നേരത്തെ മുസ്ലിമായി. വഹാജറ, റസൂലുള്ളാഹിന്റെ കൂടെ ഹിജ്റ പോയി. വശഹിദ ബദറൻ, ബദർ സമരത്തിൽ പങ്കെടുത്തു. അൽ മഷാഹിദ ബഅദഹ, ബദറിന് ശേഷമുള്ള സമരങ്ങളിലും പങ്കെടുത്തു. വഹുവല്ലദി ഫതഹൽ മദാഇന ആസിമത ബിലാദിൽ ഫുർസ്, പേർഷ്യയുടെ തലസ്ഥാനമാകുന്ന മദായിനെ അദ്ദേഹം കീഴടക്കി. വതൂഫിയ സനത 55 മിനൽ ഹിജ്റ, ഹിജ്റ 55 മഹാനവറുകൾ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു. വദുഫിന ബിൽ ബഖിയ, ജന്നത്തുൽ ബഖിയിൽ മറമാടി. വഖദ് സഇദ ബിഹാദിഹി ഷഹാദതി, ഈ സാക്ഷ്യപത്രം കൊണ്ട് അദ്ദേഹം വിജയിച്ചു. വലഫിറ ബിഹാദിഹിൽ ബിഷാറത്തി, ഈ സന്തോഷ വാർത്ത കൊണ്ട് അദ്ദേഹം വിജയിച്ചു. ലിസഫാഇ ഖൽബിഹി മിനൽ ഹസദി, അദ്ദേഹത്തിന്റെ ഹൃദയം ശുദ്ധിയായതിനു വേണ്ടി. എന്തിൽ നിന്നെല്ലാം? മിനൽ ഹസദി, അസൂയയിൽ നിന്ന്. വൽ ഹിഖദി, പകയിൽ നിന്നും. വമിനൽ ഗിഷി, വഞ്ചനയിൽ നിന്നും. വസ്സൂഇ, തെറ്റിൽ നിന്നും. മആനിൽ കലിമാത്ത്, നമുക്ക് ഇതിന്റെ ഈ പാഠത്തിൽ വന്ന പ്രധാനപ്പെട്ട വാക്കർത്ഥങ്ങൾ നോക്കാം. ഫജ്ജുൻ, വഴി. നാല, ലഭിച്ചു. ഇഹ്താല, തന്ത്രം പ്രയോഗിച്ചു. സഫാ, ശുദ്ധി. ആസിമത്തുൻ, തലസ്ഥാനം. ത്വലഅ, പ്രത്യക്ഷപ്പെട്ടു. മൻസിബ്, സ്ഥാനം. റാഖബ, നിരീക്ഷിച്ചു. മയ്യസ, വേർതിരിച്ചു. ഗിശ്ശുൻ, പക. വാഖിഅത്തുൻ, സംഭവം. വഫിറ, വിജയിച്ചു. ഇഹ്തഖറ, നിസ്സാരമായി കണ്ടു. ബിഷാറത്ത്, സന്തോഷവാർത്ത. സൂഅ്, തിന്മ. ഇനി ഇഖ്റഉ നമുക്ക് വായിക്കാം. തദ്രീബാത്തിൽ ഒന്നാമത്തേത് ത്വലഅ യത്ലുഉ തുലൂഉൻ, ഹളറ യഹ്ളുറു ഹുളൂറുൻ, ഇഹ്താല യഹ്താലു ഇഹ്തിയാലുൻ, ഇത്വലഅ യത്ലിഉ ഇത്തിലാഉൻ, അദ്ഖല യുദ്ഖിലു ഇദ്ഖാലുൻ, അവ യഅ്വി ഇവാഉൻ, യുഅ്വി ഈവാഉൻ, മളാ യംളി മുളിയുൻ, മയ്യസ യുമയ്യിസു തമയീസുൻ. ഇനി നക്തുബുൽ മാന, അർത്ഥം എഴുതാനാണ്. നഫറുൻ, കൂട്ടം, സംഘം. വാഖിഅത്തുൻ, സംഭവം.
ഫജ്ജുൻ വഴി, ഋഷുൻ പക, മുറാഖബത്തുൻ നിരീക്ഷണം, ഹീലത്തുൻ യുക്തി, ഹിഖ്ദുൻ പക, മൻസിബുൻ സ്ഥാനം, സൊഫാഉൻ ശുദ്ധി. ഇനി ഒരു ജുംല തയ്യാറാക്കാനാണ്. ത്വലഅ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പ്രത്യക്ഷപ്പെട്ടു. നാല ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു നേടിയെടുത്തു. ഇഹ്താല ഇബ്നു അംർ ബിൻ ആസിർ റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസിർ റളിയല്ലാഹു അൻഹു തന്ത്രം പ്രയോഗിച്ചു. ഫജ്ജുൻ യത്ലു അലൈക്കുമുൽ ആന മിൻ ഹാദൽ ഫജ്ജി റജുൽ മിൻ അഹ്ലിൽ ജന്ന. ഇഹ്തഖറ ഫകാദ യഹ്തഖിറു അമലഹു. നുതർജിമു ലിൽ അറബിയ, അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ്. ഒന്ന്, അല്ലാഹു തആല ഒരാൾക്ക് നൽകിയതിൽ ഞാൻ അസൂയപ്പെടാറില്ല. അല്ലാഹു തആല ഒരാൾക്ക് നൽകിയതിൽ ഞാൻ അസൂയപ്പെടാറില്ല. ഇവിടുന്നാണ് വല അഹ്സുദുഹു അല ഖൈരി അതാഹുല്ലാഹു ഇയ്യ. അടുത്തത്, ഈ വഴിയിലൂടെ ഇപ്പോൾ ഒരു സ്വർഗാവകാശി വരും. നമ്മുടെ പാഠത്തിൽ കൂടുതൽ പറഞ്ഞതാണ്. യത്ലു അലൈക്കുമുൽ ആന മിൻ ഹാദിൽ ഫജ്ജി റജുലു മിൻ അഹ്ലിൽ ജന്ന. ഏത് പ്രവർത്തനം കൊണ്ടാണ് അദ്ദേഹം ഉന്നത സ്ഥാനം നേടിയത്? ബി അയ്യ അമലിൻ നാല സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഹാദിൽ മൻസിബ റഫിഅ. അബ്ദുള്ള അയാൾക്ക് അതിന് സമ്മതം നൽകി. അതിന് ലഹു അബ്ദുള്ള ഫീ ദാലിക. അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ആളായിരുന്നു. വക്കാന മുസ്തജാബ ദഅവ. നുജീബ് നമുക്ക് ഉത്തരം എഴുതാം. നഫറു മിന സ്വഹാബത്തി ജുലൂസുൻ ഐന കാനു ജുലൂസൻ. സഹാബത്തിൽ നിന്നൊരു സംഘം ആളുകൾ ഇരിക്കുകയായിരുന്നു. ഐന കാനു ജുലൂസൻ, അവർ എവിടെയായിരുന്നു ഇരുന്നത്? ഐന്ദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ. അടുത്ത ചോദ്യം, ഫലമ്മ മള സലാസു ഖാല ലി സഅദ് റളിയല്ലാഹു അൻഹു മാദാ ഖാല ലഹു. 3 ദിവസം കഴിഞ്ഞപ്പോഴേ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു എന്താണ് പറഞ്ഞത് എന്നാണ് ചോദിച്ചത്. ഫലമ്മ മള സലാസു, 3 ദിവസം കഴിഞ്ഞപ്പോൾ ഖാല ലി സഅദ് റളിയല്ലാഹു അൻഹു, സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ അബ്ദുല്ലാഹ്, ഓ അല്ലാഹുവിന്റെ അടിമേ, സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു സലാസ മർറാത്തിൻ ഫീ സലാസത്തി മജാലിസ്. 3 സദസ്സുകളിൽ വെച്ച് 3 പ്രാവശ്യം പറയുന്നതായിട്ട് ഞാൻ കേട്ടു. യത്ലു അലൈക്കുമുൽ ആന മിൻ ഹാദിൽ ഫജ്ജി റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. സ്വർഗാവകാശികളിൽപ്പെട്ട ഒരാൾ ഈ വഴിയിലൂടെ നിങ്ങൾക്ക് മുമ്പിലേക്ക് കടന്നു വരും. ഫതലഅത അൻത ഉലൈക്കൽ മർറാത്തി സലാസ. ആ 3 പ്രാവശ്യം കടന്നു വന്നത് താങ്കളാണ്. നമുക്ക് ഇവിടെ വരെ എഴുതാം, കസീറ അമലിൻ വരെ എഴുതാം. ചോദ്യം 3, ഫഖാല അംറുൻ റളിയല്ലാഹു അൻഹു. അംർ ബിൻ അബസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാദില്ലതി ബലഗ്ത ബിക. ഈ ഒരു കാര്യമാണ് നിങ്ങളെ ഉന്നത സ്ഥാനത്ത് എത്തിച്ചത്. ഇതാണ് നിങ്ങളെ ഈ സ്ഥാനത്തേക്ക് എത്തിച്ചത്, ഇവിടെ എത്തിച്ചത് അതാണ്. മഹാദിൽ ഫളീലത്തുൽ മദ്കൂറ. ആ പറയപ്പെട്ട ശ്രേഷ്ഠതകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അസൂയയില്ല, മറ്റൊരാളുടെ ഖൈറിൽ അദ്ദേഹത്തിന് അസൂയയില്ല. പിന്നെ ഒരാളെ കുറിച്ചും തെറ്റായത് വിചാരിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. ഈ കാര്യമാണ്. പിന്നെ ഒരു മുസ്ലിമിനോടും അദ്ദേഹം ചെയ്തിട്ടില്ല, പക കാണിച്ചിട്ടില്ല, വഞ്ചന ചെയ്തിട്ടില്ല. അത് എഴുതാവുന്നതാണ്. ഇനി അസൈൻമെന്റ്, നുഅയ്ദു ഫിഖറതൻ അൻ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഒരു പേജ് എഴുതാനാണ്. ഒന്നുകിൽ നമ്മുടെ പാഠത്തിന്റെ തുടക്കഭാഗം ആ ചരിത്രം എഴുതാം, അല്ലെങ്കിൽ ഇവിടെ മുതൽ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഈ ഒരു പാരഗ്രാഫും എഴുതാവുന്നതാണ്. ഒരു പാരഗ്രാഫ് ആയതുകൊണ്ട് ഇത് മാത്രം എഴുതിയാലും ഉത്തരമാകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.